ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മീൻകാരൻ വന്ന് പോയപ്പോഴാണ് ഞാൻ വിചാരിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന്. ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്, കൊഴുവ. केरला का एक छोटा मछली मिला है, सी फिश है, एकदम छोटा वाला है. नारियल डाल के बनाता है. दिखाएंगे कैसे है. നമ്മുടെ സമുദ്രത്തിലെ കൊഴുവ കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല കൊഴുവ രാവിലെ കിട്ടിയതാണ്. ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം, കൊഴുവ പറ്റിക്കാം എങ്ങനെയാണെന്ന് കാണിക്കാം. അടുക്കളയുടെ പുറകു വശത്ത് കുറച്ച് കാന്താരി നിൽക്കുന്നുണ്ട്. മീൻ വറ്റിക്കാൻ വേണ്ടി നമുക്ക് ആ കാന്താരിയും കൂടെ പറിച്ചെടുക്കാം. കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്. छोटा मिर्चा है, केरला स्पेशल है. छोटा मिर्चा डाल के ये बनाने से बहुत बढ़िया टेस्ट आ जाएगा. और കാന്താരി ഇട്ട് മീൻ വറ്റിച്ചാൽ ഒത്തിരി ടേസ്റ്റാണ്. കാന്താരിയും കൂടെ എടുക്കാം. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതി ക്ലീൻ करके आएंगे. മീൻ മുഴുവൻ നല്ലതായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട്. മछली पूरा काट के रखा है. ഉപ്പും വിനാഗിരി ഒഴിച്ച് ഞാൻ വെച്ചിരിക്കുവാണ്. നമുക്കിത് കഴുകിയിട്ട് വരാം. നമ്മൾ വിനീഗർ डाल के रखा है, अभी धो के आएंगे. മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. मछली पूरा काट के रखा है, साफ करके रखा है. छोटा मिर्चा है, बहुत जाल है. छोटा प्याज, अदरक, लहसुन, करियापत्ता, കാന്താരി, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില. നമുക്കിതൊന്നിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ്കൊക്കെ ആയെങ്കിൽ നോക്കിക്കേ, നല്ലതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രഷ്കൊക്കെ रखा है. इसमें हम अभी डाल रहे नारियल घीस के रखा है वो डाल रहे. തേങ്ങ ചിരണ്ടി വെച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് പോരാ. आधा नारियल भी डाल के अभी एक बार भी क्रश करेंगे. केरला में एक्चुअली सब बनाने के टाइम ऐसे वाला मट्टी का पैन में बनाता है. നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന തേങ്ങ കൂടെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ബാക്കി താ वो नारियल भी एक बार क्रश करेंगे. ബാക്കി ഇരുന്ന തേങ്ങയും കൂടെ അതിനകത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से थोड़ा मिक्स करना है. अभी इसमें डाल दे नमक. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. अभी हल्दी डाल दे. നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. വെള്ളത്തിനകത്ത് പുളി ഇട്ട് വെച്ചിരുന്ന केरला स्पेशल एक तो इमली है वो डाल दे. इसका जगह में कच्चा आम डालने से भी अच्छा है. നമുക്ക് പച്ചമാങ്ങ ഇട്ട് വേണമെങ്കിൽ ഇതുണ്ടാക്കാം. നമുക്ക് ഈ പുളി ഇതിനകത്ത് വെച്ചാൽ इमली इसमें डाल दो. अच्छा से मिक्स कर दीजिए. अभी इसमें मछली डाल दे. മീൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. अच्छा से मिक्स कर दिया है. अभी डाल दे 1 टेबल स्पून मेथी. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ഇടുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാനി भी डाल. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് अच्छे से मिक्स करके थोड़ा अच्छे से रख दीजिएगा. दम करेंगे. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗ में रखेंगे. സ്റ്റൗവിനകത്തോട്ട് വെച്ച് ഓൺ ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആൾക്കാർ रखेंगे. നമ്മുടെ മീൻ വറ്റിച്ചത് 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് हो गया. इसका पानी पूरा सूख गया है. വെള്ളം മുഴുവനും പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം 2 ടേബിൾ സ്പൂൺ നാരിയൽ तेल डाल. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇന്നൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. नारियल तेल डालने के बाद थोड़ा सा करियापत्ता भी डाल के मिला दीजिएगा. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞു. इसका पानी पूरा सूख गया. मिला दिया. अभी ऑफ करेंगे. गैस ऑफ करना है. गैस ऑफ ही होगा.
കൊഴുവ വെച്ചത് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഉടനെ തന്നെ ചോറുണ്ടാകും. റെഡി ആയി കഴിഞ്ഞു. വിശപ്പ് കൂടും. പറ്റിച്ച് കഴിയുമ്പോൾ ഉള്ള മണം ഭയങ്കര നല്ല മണമാണ്. ये बनाने के बाद साथ खाने के लिए बहुत इच्छा हो जाएगा. सब लोग थोड़ा ट्राई करके देखिएगा. अच्छा टेस्ट आ जाएगा. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.